ഒരു വെറൈറ്റി ചിക്കൻ കുറുമയുടെ റെസിപ്പിയാണ് ഇന്നിവിടെ കാണിക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ചിക്കൻ കുറുമയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കുറുമക്കറിയാണിത്. നല്ല ടേസ്റ്റുള്ള കുറുമക്കറിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളെല്ലാവരും മസ്റ്റ് എന്നത് ട്രൈ ചെയ്ത് നോക്കണം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 1/2 കിലോയിലും മേലുണ്ട് ചിക്കൻ. 1 കിലോ ചിക്കൻ കൊണ്ടുവന്നതിന് കുറച്ച് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള ചിക്കനാണത്. ഇനി അതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 വലിയ ഉള്ളി എടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങോട്ട് ഡാർക്ക് കളറായിട്ട് വറുത്തെടുക്കരുത്. ഒരു ഗോൾഡൻ കളറിൽ അതിനെ വറുത്തെടുത്ത് കോരിയെടുത്തിട്ടുണ്ട്. ഉള്ളി വറുത്തെടുത്തിട്ടുള്ള അതേ എണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കളയണ്ട. ആ എണ്ണയിൽ തന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ട് ഇതിനൊന്ന് വഴറ്റിയെടുക്കുക. അതൊന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒത്തിരി അങ്ങോട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കരുത്. കുറച്ചൊരു വലുപ്പത്തോട് കൂടിയിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അതേപോലെ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി ഇട്ട് കൊടുക്കണില്ല, പകരം കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ടാണ് വേവിക്കുന്നത്. ഒരു 10 മിനിറ്റിന് ശേഷം ഞാനതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വേവായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ സമയത്ത് ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല കട്ടിക്കുള്ള തൈര് തന്നെ ഒഴിച്ചു കൊടുക്കണം. അതുപോലെ ഒത്തിരി പുളി പാടില്ല, ഒരു കുറച്ച് പുളി വേണം. ഒട്ടും പുളിയില്ലാത്ത അവസ്ഥ വരരുത്. ചെറിയൊരു പുളിയോട് കൂടിയുള്ള തൈരാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 1/2 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി ഒരു 10 മിനിറ്റും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇതിൽ ചിക്കനിലുണ്ടായിരുന്ന വെള്ളത്തിൽ തന്നെയാണ് കിടന്നത് വെന്തിട്ടുള്ളത്. അതേപോലെ ഇനിയിപ്പോൾ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും കൂടി കുറച്ച് വെള്ളം ഉണ്ടാവും. ഇനി വെള്ളത്തിൻ്റെ കുറവ് വരികയാണെങ്കിൽ ലാസ്റ്റ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചിക്കൻ വെന്ത് റെഡി ആകുമ്പോഴത്തേന് അരച്ചെടുക്കാം. 10 അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, നേരത്തെ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വലിയ ഉള്ളിയാണ് ഞാൻ വറുത്തെടുത്തത്. ഒത്തിരി അങ്ങോട്ട് ഡാർക്ക് കളറാക്കിയിട്ട് വറുത്തെടുക്കരുത്. ഇതേ കളറിൽ തന്നെ വറുത്തെടുക്കണം, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതേപോലെ തക്കാളിയുടെ ഒരു 1/4 ഭാഗം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചിക്കൻ വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ചിക്കൻ വന്നതിന് ശേഷം മാത്രം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ സമയത്തൊക്കെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതിലേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഈ സമയത്ത് അരപ്പെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ ഒത്തിരി അങ്ങോട്ട് കുറുകിയിരിക്കുകയാണെങ്കിൽ കുറച്ച് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന്. എന്നാലും ഒത്തിരി അങ്ങോട്ട് വെള്ളം പോലെ ആവരുത്. അങ്ങനെയാണെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അത്യാവശ്യം ഒന്ന് കുറുകിയിരിക്കുക തന്നെ വേണം. അപ്പോൾ തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ പാകത്തിനാക്കിയിട്ട് എടുത്താൽ മതി. ഞാനിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി ഇത് അടച്ച് വെക്കണം. ഒരു 10 മിനിറ്റ് വരെയൊക്കെ ഒന്ന് അടച്ച് ചെറുതീയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിലിരുന്നിട്ട് ഈ നന്നായിട്ട് ഈ അരപ്പെല്ലാം ചേർത്തിട്ട് അതിലിരുന്നിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരണം. ഈ എണ്ണ എല്ലാം തെളിയുന്ന ഒരു പരുവത്തിന് വരികയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇതിലേക്ക് മല്ലിയില വേണമെങ്കിൽ അതിട്ട് കൊടുക്കാം. അതേപോലെ എരിവിനായിട്ട് നിങ്ങൾക്ക് കുരുമുളക് ചേർത്ത് കൊടുക്കാം. മുളകും പൊടി ഒട്ടും ചേർക്കരുത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു കുറുമക്കറിയാണ്. ഇതേപോലെ കുറച്ച് കുറുകിയിട്ട് ഈ ഒരു പരുവത്തിന് വേണം എടുക്കാനായിട്ട്. ഒത്തിരി അങ്ങോട്ട് വെള്ളം പോലെ കറി എടുത്തു കഴിഞ്ഞാൽ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കുറച്ചൊന്ന് കുറുകിയിരിക്കണം. അപ്പോൾ അണ്ടിപ്പരിപ്പും വലിയ ഉള്ളിയെല്ലാം വറുത്തിട്ട് അതെല്ലാം അരയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കറിക്ക് നല്ലൊരു കുറുകിയ ഒരു പരുവത്തിന് തന്നെ കിട്ടും. അതിനായിട്ടാണ് ഇതിൽ തേങ്ങ ഒന്നും ചേർക്കുന്നൊന്നുമില്ല. ഉള്ളി അരച്ചതും അണ്ടിപ്പരിപ്പൊക്കെ കൂടി ചേർത്തതിൻ്റെ തന്നെയാണ് ഇങ്ങനെ ഇത്രയും കറി ഇങ്ങനെ കുറുകിയിരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്നത് മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ചപ്പാത്തിയിലേക്കാണെങ്കിലും റൈസിലേക്കാണെങ്കിലും ഏതിലേക്കും മാച്ചായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അത് കൂടി ഒന്ന് ചെയ്തേക്കണേ.